എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് ചായയുടെ ഒപ്പം സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് വെച്ചിട്ടുള്ളൊരു സ്നാക്സ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ്. മുട്ട വെച്ചിട്ട് നമുക്ക് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയാണിത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതൊരു 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 പച്ചമുളകാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള ഓവറായിട്ട് അങ്ങ് വഴണ്ടി പോകണ്ട, അത്യാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് സവാള ഈ ഒരു പരുവത്തിനൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ക്യാപ്സിക്കം ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റെഡും ഗ്രീനും മഞ്ഞ ഒരു 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാ കളറിലുള്ള ക്യാപ്സിക്കവും കിട്ടാനില്ലെങ്കിൽ ഗ്രീൻ മാത്രം എടുത്താലും മതി കേട്ടോ. റെഡ് ക്യാപ്സിക്കത്തിനൊക്കെ പകരം നമുക്ക് തക്കാളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുമ്പം ആ ഒരു വെള്ളവും കുരുവും കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു 3 കളറിലുള്ള ക്യാപ്സിക്കം ഒരു മീഡിയം വലിപ്പമുള്ളതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 1.5 കപ്പോളം വരും. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രീൻ മാത്രം ഉള്ളെങ്കിൽ 1.5 കപ്പ് നമ്മൾ ഇതിലേക്ക് ആ ഒരു ഗ്രീൻ ക്യാപ്സിക്കം മാത്രം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ക്യാപ്സിക്കം ആണെങ്കിലും ഒരുപാട് ഓവറായിട്ട് അങ്ങ് വെന്ത് പോകരുത്. നമ്മളിത് കഴിക്കുമ്പോൾ ചെറിയതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിന് നമ്മളിതൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ അതും ആ ഒരു പാകത്തിനൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതെല്ലാം ചേർത്ത് ആ ഒരു പൊടികളുടെ പച്ചച്ചുവ മാറി വരുന്നതിന് വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം 3/4 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു എരിവൊക്കെ നോക്കിയിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ നമുക്ക് ആ ഒരു എരിവ് നോക്കിയിട്ട് എത്രത്തോളം വേണമെന്നുള്ളതനുസരിച്ച് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഓരോ മുട്ടയും ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ 2ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ബണ്ണാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ ഒരു ബണ്ണില്ലേ, ആ ഓരോ ബണ്ണും എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്തുനിന്ന് റൗണ്ട് രീതിയിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമ്മൾ ഓരോ ബണ്ണും എടുത്തിട്ട് ആ ഒരു റൗണ്ട് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാൻ ആ ഒരു പാകത്തിന് നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ആ ഒരു ബണ്ണ് എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് മൊസറല്ല ചീസാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് മൊസറല്ല ചീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ ഒരെണ്ണം ഒരു പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് കവർ ആകുന്ന രീതിയിൽ ഈ ഒരു മസാല നമുക്ക് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു രീതിക്ക് നമ്മൾ എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ച് റെഡിയാക്കുന്നത്, അതുപോലെ ഓവനൊന്നും ഇല്ലെങ്കിലും നമുക്കിത് ഗ്യാസ് അടുപ്പിൽ വെച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. 2 രീതിയിലും കാണിക്കുന്നുണ്ട്. ഓവനിൽ വെച്ചും കാണിക്കുന്നുണ്ട്, ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവനിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഓവൻ്റെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഓരോന്നും നിറച്ച് ഇങ്ങനൊന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ എല്ലാം തന്നെ നിറച്ച് ഇങ്ങനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓവനിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ നമ്മൾ എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഈ ഒരു സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ. ഈ ഒരു സ്ലൈസ്ഡ് ചീസിന് പകരം നിങ്ങൾക്ക്
നമ്മൾ നേരത്തെ എടുത്തൊരു മൊസറല്ല ചീസ് ആണെങ്കിൽ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് മാത്രം ബട്ടർ മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഓയിലോ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു സ്ലൈസ്ഡ് ചീസ് ഓരോന്ന് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ എല്ലാത്തിൻ്റെ മുകളിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോയും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം. ഇത് ബേക്കായി വരുന്ന സമയത്ത് അവർ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാപ്സിക്കം ഒരു 3 കളറിലുള്ളതും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓവനിൽ വെച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെയിം രീതിയിൽ റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ പാത്രം എടുക്കുക. അതിലേക്കൊരു സ്റ്റാൻഡും ഇറക്കി വെച്ച് കൊടുത്ത് ഈ ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഈ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു പാത്രം നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു മൂടിയിൽ ഹോളുകളൊന്നുമില്ല, അപ്പോൾ ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോവില്ല. നിങ്ങൾ എടുക്കുന്ന മൂടിയിൽ എന്തെങ്കിലും ഹോളുകൾ ഉള്ളതാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചിതൊന്ന് കവർ ചെയ്യണം. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത്. എന്നിട്ടൊരു 15 മിനിറ്റ് ഒക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഓവനിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് 190 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് റെഡിയായി കിട്ടും. ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. നമ്മുടെ ഒരു ഓവൻ്റെ ഒക്കെ അനുസരിച്ച് ഒരു ടൈമിങ്ങിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവനകത്ത് വെച്ചത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ചത് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഓവനകത്ത് വെച്ച് അത്രയും കളറ് മുകളിൽ കിട്ടത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ആ ഒരു കളറില്ലെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചാലും ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെച്ചതും ഇത് ഞാൻ പുറത്തേക്കങ്ങ് എടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓവനിൽ വെച്ചതാണ്. ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓവനിലല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചതാണ്. മുകളിൽ ഒരു കളറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടും കഴിക്കാൻ ഒരേപോലെ തന്നെയാണ്, ആ ഒരു കളർ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എഗ്ഗ് കൊണ്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ചൂട് ചായയുടെ ഒക്കെ ഒപ്പം അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു സൂപ്പർ സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.